നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും വളരെ കരുതലുള്ളവരാണ്. എന്നാൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യമെന്ന് പറയുന്നത്. അപ്പം മാനസിക ആരോഗ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്തുവാ മെൻ്റൽ ഹെൽത്ത് അല്ലെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്? മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഓരോ സാഹചര്യങ്ങളെ പോസിറ്റീവായിട്ട് നേരിടാനും കൈകാര്യം ചെയ്യുവാനുമുള്ള നമ്മുടെ ഒരു കഴിവ് അതിലടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മാനസിക ആരോഗ്യം അളക്കുന്നതിൻ്റെ ഒരു അളവുകോലാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ബന്ധങ്ങൾ. ആരോഗ്യപരമായ രീതിയിൽ നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാനസിക ആരോഗ്യമുള്ളവരാണ്. നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, അതായത് നമ്മുടെ കടുംപിടുത്തം മാനസികാരോഗ്യ ഇല്ലായ്മയുടെ അർത്ഥമാണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ സത്യം അറിയുമ്പോൾ കടുംപിടുത്തം ഉപേക്ഷിച്ച് സത്യത്തെ സ്വീകരിക്കാനുള്ള നമ്മുടെ ഒരു മനോഭാവം, അത് ആരോഗ്യത്തിൻ്റെ അടയാളമാണ്. നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ വികാരങ്ങൾ ആരോഗ്യപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാനുള്ള നമ്മുടെ കഴിവ്, അത് മാനസിക ആരോഗ്യത്തിൻ്റെ ഒരു ഘടകമാണ്. ഇങ്ങനെ മാനസിക ആരോഗ്യത്തിൻ്റെ വിവിധ ഘടകങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നമ്മുടെ മാനസിക ആരോഗ്യം വളർത്തുവാൻ വളരെ സഹായകരമാണ്. അതുകൊണ്ട് ഇന്ന് ഈ മാനസിക ആരോഗ്യമെന്നുള്ള വിഷയത്തെ അധികരിച്ച് ആധികാരികമായി സംസാരിപ്പാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്, ഡോക്ടർ ഡയാന. ഡോക്ടർ ഡയാന എറണാകുളം വർമ്മ ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. മാനസികാരോഗ്യത്തിൻ്റെ വിവിധ മേഖലകൾ നമുക്ക് വിവരിച്ചു തരുവാനായിട്ട് ഡോക്ടർ ഡയാനയെ കൊണ്ട് സാധിക്കും എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് ഡോക്ടർ ഡയാനയെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. മാനസിക ആരോഗ്യത്തിൽ കുടുംബത്തിനുള്ള പങ്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. ലോക ആരോഗ്യ സംഘടനയുടെ കണക്കിൻ പ്രകാരം 2020 ആകുമ്പോഴത്തേക്കും രോഗങ്ങളുടെ പട്ടികയിൽ വിഷാദ രോഗം 2ാം സ്ഥാനത്തെത്തുന്നു. ഇത് കാണിക്കുന്നത് ലോകമെമ്പാടും മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ്. ഇതിൽ കുടുംബത്തിൻ്റെ പങ്ക് എന്ത് എന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ആരോഗ്യം? ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം ആരോഗ്യം എന്നാൽ ശാരീരികവും മാനസികവും സാമൂഹികപരവുമായ സുസ്ഥിതിയാണ്. കേവലം രോഗമില്ലാത്ത ഒരു അവസ്ഥ മാത്രമല്ല. മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിൻ്റെ തുല്യ പങ്ക്, തുല്യ പ്രാധാന്യം ഉണ്ട്. മാനസിക ആരോഗ്യം എന്നാൽ കേവലം മാനസിക രോഗമില്ല എന്നല്ല, അതിലുപരി വൈകാരികവും മാനസികവും സാമൂഹികപരവുമായ സുസ്ഥിതി കൂടിയാണ്. ഒരു വ്യക്തിയുടെ ചിന്ത, വികാരം, പെരുമാറ്റം എന്നിവയെല്ലാം അയാളുടെ മാനസികാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു കുട്ടിയുടെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും വൈകാരികപരമായ വളർച്ച, മാനസിക വളർച്ച, ബൗദ്ധികപരമായ വളർച്ച, ഇതിലെല്ലാം തന്നെ കുടുംബത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. കുട്ടി ആദ്യമായിട്ട് ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കുന്നത് കുടുംബത്തിലൂടെയാണ്. മാതാപിതാക്കളാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ ഗുരു, ദ ഫസ്റ്റ് ടീച്ചർ. പലതരത്തിലുള്ള കുടുംബങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നു. മാതാവ്, പിതാവ്, കുട്ടികൾ അടങ്ങിയ അണുകുടുംബം, ന്യൂക്ലിയർ ഫാമിലി, കൂട്ടുകുടുംബം, ജോയിൻറ്റ് ഫാമിലി, അല്ലെങ്കിൽ
ഒന്നുകിൽ മാതാവ് അല്ലെങ്കിൽ പിതാവും കുട്ടികളും അടങ്ങിയ സിംഗിൾ പേരൻറ്റ് ഫാമിലി, ഇങ്ങനെ വിവിധ തരത്തിലുള്ള കുടുംബങ്ങൾ നാം കാണുന്നു. നമ്മൾ ഓരോരുത്തരും ഓരോ കുടുംബത്തിൻ്റെ അംഗമാണ്. മാനസിക ആരോഗ്യം കുടുംബത്തിൽ എങ്ങനെയുള്ള കുടുംബ അന്തരീക്ഷം ആണ് ഒരു ആരോഗ്യകരമായ നിലനിൽപ്പിന് ആവശ്യം? പരസ്പരം മനസ്സിലാക്കിയും വിശ്വസിച്ചും കുടുംബാംഗങ്ങൾ മുന്നോട്ട് പോകണം. പരസ്പരം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും പ്രാധാന്യം. കുടുംബത്തിലെ അന്തരീക്ഷം നമ്മളുടെ ആശയങ്ങളും വികാരങ്ങളും അഭിപ്രായങ്ങളും നിർഭയം അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം. കുടുംബത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് സുരക്ഷിതത്വവും പ്രോത്സാഹനവും ലഭിക്കണം. ഇതിന് ഏറ്റവും അത്യന്താപേക്ഷിതം ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. ഒരു അണുകുടുംബം എടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. മാതാവും പിതാവും അച്ഛനും അമ്മയും പരസ്പരം ആശയങ്ങൾ കൈമാറുന്നത് മക്കളിലൂടെ ആയിരിക്കും. മക്കളായിരിക്കും പലപ്പോഴും ഇടനിലയാവുന്നത്. ഇന്ന് ഭക്ഷണത്തിന് എന്ത് വേണം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ വൈകിയേ വരികയുള്ളൂ, അച്ഛൻ മകനോട് പറയും, മകൻ ചെന്നത് അമ്മയോട് പറയും. ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ കാണുന്നു. കുട്ടികൾ അവരുടെ എന്തെങ്കിലും ഒരു ആവശ്യം, ഒരാഗ്രഹം പലപ്പോഴും പിതാവിനോട് നേരിട്ട് പറയാതെ മാതാവിനോടായിരിക്കും പറയുന്നത്. മാതാവ് പിതാവിൻ്റെ മാനസികാവസ്ഥകളെല്ലാം നോക്കി വളരെ സാവകാശത്തിൽ ഇത് അവതരിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു കുടുംബത്തിൽ തന്നെ നടക്കുന്ന ആശയവിനിമയങ്ങൾ ഒന്ന് വിശകലനം നമുക്ക് ചെയ്യാം. എങ്ങനെയായിരിക്കണം പരസ്പരം നമ്മളെ പരസ്പരം മനസ്സിലാക്കേണ്ടത്? ഒന്ന്, ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ. ഫോണിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ അല്ല പരസ്പരം കാര്യങ്ങൾ കൈമാറേണ്ടത്. വൈകുന്നേരം വീട്ടിൽ, ഇപ്പം അമ്മ ഗൃഹനാഥയാണ്, അച്ഛൻ ജോലിക്ക് പോയി, വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പരസ്പരം ഇരുന്ന് മുഖാഭിമുഖം ഇരുന്ന് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക. ഇന്നത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊരു ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആയിരിക്കണം. ഈ അഭിപ്രായങ്ങൾ പറയുന്നതിലും സംസാരത്തിലും സ്ത്രീയിലും പുരുഷനിലും ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകൾ പലപ്പോഴും വൈകാരികപരമായിട്ട് ഇമോഷണലി ആയിരിക്കും ഈ ഒരു പ്രശ്നത്തിനെ കൈകാര്യം ചെയ്യുന്നത്. അവർ ഫാമിലി ഓറിയൻറ്റഡ് ആയിരിക്കും. അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം, അവർ ഈ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് മറ്റൊരു വ്യക്തി, അവർ വിശ്വസിക്കുന്ന, അവർ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അത് ശ്രദ്ധാപൂർവം കേൾക്കുക എന്നതായിരിക്കും. കേട്ടിട്ട് അവരെ അത് ആശ്വസിപ്പിക്കുക എന്നതാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എന്നാലും പലപ്പോഴും പുരുഷന്മാരിൽ കാണുന്ന ചില വ്യതിയാനങ്ങളെന്ന് വെച്ചാൽ അവർക്ക് വൈകാരികപരമായിട്ട് തലത്തിൽ ചിന്തിക്കുകയും സംസാരിക്കുന്നതിലുപരി അവരൊരു പക്ഷേ സൊല്യൂഷൻ കണ്ടെത്താനായിരിക്കും കൂടുതൽ താല്പര്യം. ഒരു ആക്റ്റീവ് ലിസണിങ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നില്ല. ചിലപ്പം അവർ ഇത് ഒരു പ്രശ്നമായിട്ട് ഭാര്യ സമീപിക്കുമ്പോൾ ഇത് നിത്യസംഭവമാണ്, ഇതൊരു പരാതിപ്പെട്ടിയാണ്, ഇതാണ് എപ്പോഴും നടക്കുന്ന കാര്യം, ശരി എന്താണെന്ന് വെച്ചാൽ പറയും. TV കണ്ടുകൊണ്ടായിരിക്കും പ്രശ്നങ്ങൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ പത്രം വായിച്ചുകൊണ്ടായിരിക്കും പ്രശ്നങ്ങൾ കേൾക്കുന്നത്. അവിടെ ഒരിക്കലും ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് നാൾക്കുനാൾ നീണ്ടു പോകുമ്പോൾ ഇവർ തമ്മിലുള്ള അകൽച്ചയും മാനസിക സംഘർഷങ്ങളും കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അടുത്തൊരു വിഷയം, ഇത് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ മറ്റ് തലങ്ങളിലെയും ബാധിക്കാം. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വർദ്ധിച്ച് വന്നിട്ട് ഈ സെക്ഷൽ ലൈഫിനെ ബാധിക്കാം. സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലും എന്തൊക്കെയാണ് ഇടപാടുകളെന്ന് പോലും ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എത്തിച്ചേരുന്നത്. ഈ കുടുംബത്തിൽ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയാതെ ഒരിക്കലും വേറൊരു വ്യക്തി അത് മനസ്സിലാക്കുകയില്ല. വൈകുന്നേരം ഓഫീസിൽ നിന്ന് തിരിച്ചെത്തുന്ന ഭർത്താവ് കാണുന്നത് ഭാര്യ കാര്യങ്ങൾ വ്യക്തമാക്കാതെ മുഖം വീർപ്പിച്ച് ഇരിക്കുന്നതാണ്. പലപ്പോഴും ഭർത്താവിന് എന്താണ് കാര്യമെന്ന് പോലും മനസ്സിലാവില്ല. ഈ കാര്യങ്ങൾ നമ്മൾ ആഴ്ചകളോളം സംസാരിക്കാതിരിക്കും. പെരുമാറ്റങ്ങളിൽ ദേഷ്യം പ്രകടമാകും. എന്നാൽ എന്താണ് യഥാർത്ഥ വിഷയം, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പെരുമാറ്റം എന്ന് ഭാര്യ വിചാരിക്കും ഭർത്താവിന് അതറിയാം. എന്നാൽ ഒരുപക്ഷെ അതറിയണമെന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓപ്പൺ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ആശയവിനിമയത്തിനുള്ള പങ്ക് ഒരു കുടുംബ മാനസിക ആരോഗ്യം നിലനിർത്താൻ വളരെ വലുതാണ്. പരസ്പരം മനസ്സിലാക്കാനും വേണ്ടി ഇതിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഇനി നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, കുട്ടികളിൽ നമുക്ക്
വീട്ടിൽ കുറച്ച് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. ഡിസിപ്ലിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ശിക്ഷണം എന്നല്ല. ഓരോ കുടുംബത്തിനും അതിൻ്റേതായ കുറേ സ്ട്രക്ചറിങ്, കുറേ ആക്ടിവിറ്റീസ് കാണും. അതായത് കുട്ടികളുടെ കളിക്കാനുള്ള സമയം, കളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഭക്ഷണത്തിൻ്റെ സമയം, ടി വി കാണാനുള്ള സമയങ്ങൾ, പഠന സമയം, ഉറങ്ങാനുള്ള സമയം, ഇങ്ങനെ കുറച്ച് ചിട്ടകൾ നമ്മൾ കുടുംബത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ കുടുംബാംഗങ്ങളും അത് പാലിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ ടി വി കാണാൻ വീക്കെൻഡ്സിലാണ് നമ്മൾ സമയം കൊടുക്കുന്നത്. ശനി അല്ലെങ്കിൽ ഞായർ 1-2 മണിക്കൂറാണ് കുട്ടികൾക്ക് നമ്മൾ സിനിമ കാണാനോ ടി വി കാണാനോ അനുവദിക്കുന്നതെങ്കിൽ ഇടയ്ക്ക് കുട്ടികൾ ശാഠ്യം പിടിച്ചാലും അവിടെ ഒരു അഭിപ്രായ ഭിന്നത, അമ്മ ഒരു നിയമം പാലിക്കും, അച്ഛൻ സാരമില്ല ടി വി കണ്ടോളൂ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒരു നിയമം വെക്കുകയാണ്. എന്നാൽ ഗ്രാൻഡ് പേരൻസ് അതിനെതിരായിട്ട് കുട്ടികളുടെ മുമ്പിൽ തന്നെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്കം, ഒരു റിസൾട്ട് അവിടെ കിട്ടുകയില്ല. മാതാപിതാക്കൾ എപ്പോഴും കുട്ടികൾക്കൊരു മോഡലാണ്, ഒരു മാതൃകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കൂ എന്നല്ല, ഞാൻ ചെയ്യുന്നത് പോലെ നീ ചെയ്യൂ. ഡു വാട്ട് ഐ ഡു എന്നായിരിക്കണം, റാദർ ദാൻ ഡു വാട്ട് ഐ സീ. മാതാപിതാക്കളാണ് കുട്ടികൾക്ക് മാതൃകയാവേണ്ടത്. ഇപ്പം ഷൂ നമ്മൾ വന്നു കഴിഞ്ഞാലോ ഷൂസ് ഊരിയാൽ അത് ഷൂ റാക്കിൽ വെക്കണമെന്ന് കുട്ടികളെ നമ്മൾ നിഷ്കർഷിക്കും. എന്നാൽ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞിട്ടാണ് കുട്ടികളിൽ അത് പറയുന്നതെങ്കിൽ അതിലൊരർത്ഥമില്ല. ലഹരി പദാർത്ഥങ്ങൾ, നമ്മൾ മദ്യവും ഉപയോഗിക്കുന്നു, പുക വലിച്ചിട്ട് കുട്ടികളോട് അത് ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ വീട്ടിൽ ഇരുന്ന് മദ്യപിക്കുക, പുക വലിക്കുക, ഇത് കണ്ടായിരിക്കും കുട്ടികൾ വളരുന്നത്. അവർ തീർച്ചയായും പിതാവിനെ മോഡലിംഗ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്, ഇനി സ്ത്രീകളുടെ വൈകാരിക പ്രശ്നങ്ങൾ പുരുഷന്മാർ അംഗീകരിക്കുന്നത് പോലെ പുരുഷന്മാർക്ക് അവരുടെ പ്രശ്നങ്ങളായിട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് നേരം ശാന്തമായിട്ടിരിക്കാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യുക, ആ ഒരു സ്പേസ്, അവർക്കൊരു സ്പേസ് കൊടുക്കുക. കുടുംബജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ സ്പേസ്. മനസ്സ് ശാന്തമായി കഴിയുമ്പോൾ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യാം. ഒരു ഭർത്താവ് അല്ലെങ്കിൽ സ്ത്രീ, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സമൂഹ ജീവിയാണ്. ഭാര്യ ഭർത്തൃ കുടുംബത്തിലുപരി നമുക്ക് പലതരം സുഹൃത്ത് ബന്ധങ്ങൾ കാണും, ബന്ധുമിത്രാദികൾ കാണും, പല സംഘടനകളുമായിട്ട് നമ്മൾ അസോസിയേറ്റഡ് ആയിരിക്കും. സോ ഒരു വ്യക്തി പലപ്പോഴും കാണുന്നതാണ് അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഇവിടെ ഇതിൻ്റെ നടുക്കാണ് പലപ്പോഴും ഭർത്താവിൻ്റെ റോള്. വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു സ്പേസ്, മാതാവും മകനും തമ്മിലുള്ള ഒരു സ്പേസ് ഉണ്ട്, അതിൽ നമ്മൾ അധികം കൈകടക്കാൻ പോകരുത്. ആ ഒരു ബന്ധം, അവർ തമ്മിലുള്ള ഒരു ഇക്വേഷൻ, അതൊരു സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റാണ്. അതിനകത്ത് നമ്മൾ അധികം ഇടപെടാൻ പോകരുത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയങ്ങൾ, അതേപോലെ നമ്മുടെ ബന്ധങ്ങൾ, ഈ ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. അമിതമായിട്ടുള്ള ഓവർ ഇൻവോൾവ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും കുടുംബത്തിലെ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കുന്നു. നമുക്ക് നമ്മുടെ ആശയങ്ങൾ ഫുൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം. നമുക്ക് നമ്മുടേതായ ഒരു ടാലൻസും കഴിവുകളും ഉണ്ടെങ്കിൽ, ഹോബീസ് ഉണ്ടെങ്കിൽ, ഒരു വിവാഹ ജീവിതം കഴിഞ്ഞു എന്ന് വെച്ചാൽ അത് അവിടെ അവസാനിക്കുന്നില്ല. മറ്റ് കുടുംബാംഗങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഇതൊക്കെ നമ്മുടെ അമിതമായ കുടുംബ ഭാരങ്ങൾ, ജോലി ഭാരങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഉല്ലാസത്തിന് വേണ്ടി കുറച്ച് സമയവും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സമയം നീക്കി വെക്കേണ്ടത് വളരെ പ്രാധാന്യമാണ്. മാനസിക ആരോഗ്യത്തോടൊപ്പം തന്നെ തുല്യ പങ്ക് ശാരീരിക ആരോഗ്യത്തിനുമുണ്ട്. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് രോഗം വന്നാൽ, പ്രശ്നം വന്നാൽ അത് എല്ലാ വ്യക്തികളെയും അത് ബാധിക്കും. ദിനചര്യയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വ്യായാമം, ആരോഗ്യ സംരക്ഷണം, യോഗ, ധ്യാനം. കുടുംബം ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങളിലും കുടുംബത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ആധ്യാത്മിക ഉന്നതി, കുടുംബം ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥന, ഇത് പരസ്പരം ആ ബന്ധങ്ങൾ, ബോണ്ടിങ് ഉണ്ടാക്കാൻ ആയിട്ട് സഹായിക്കുന്നു. ഇതിലൂടെ നമുക്ക് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കാനുള്ളൊരു ശക്തി നമ്മളിൽ ഉണ്ടാകുന്നു. പിന്നീട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, കുടുംബങ്ങളിലിരുന്ന് ജോയിൻറ്റ് ഡിസിഷൻ, പലപ്പോഴും നമ്മൾ കാണുന്നു കള്ളം പറയുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക പരസ്പരം അറിയാതെ. ഇത് വളരെയധികം കോൺഫ്ലിക്റ്റ്, മാനസിക സംഘർഷം ആ കുടുംബത്തിലുണ്ടാക്കുന്നു. നമ്മൾ സാമ്പത്തിക കാര്യങ്ങളാണെങ്കിൽ പോലും പരസ്പരം അറിഞ്ഞ് കൈകാര്യം ചെയ്യുക.
ഇപ്പം ലോങ് ടേം പ്ലാൻസ്, അതായത് നമ്മുടെ കുടുംബത്തിലുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കുക, മെഡിക്കൽ ഇൻഷുറൻസ്, ഈ വക കാര്യങ്ങളിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ കാലത്ത്. കുടുംബത്തിലെ കുട്ടികളെയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ചർച്ചകളിലും പങ്കെടുപ്പിക്കുക. അങ്ങനെ ആവുമ്പം അവരൊരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ ആയിട്ട് വാർത്തെടുക്കാൻ കുടുംബത്തിന് സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ആശയവിനിമയങ്ങൾ, പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ്, അംഗീകരിക്കാനുള്ള കഴിവ്, പ്രോത്സാഹിപ്പിക്കാനുള്ള കഴിവ്, ഇതെല്ലാം നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നിന്നും, ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾക്ക് ഈ കഴിവുകളെല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. കുടുംബത്തിൻ്റെ മാനസിക ആരോഗ്യം എങ്ങനെ നിലനിർത്താം എന്നതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത്? ഉദാഹരണത്തിന്, കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാനസിക രോഗം ഉണ്ടെങ്കിൽ, പിതാവിനോ മാതാവിനോ മാനസിക രോഗം ഉണ്ടെങ്കിൽ, ആ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? പലപ്പോഴും ഈ കുട്ടികളുടേതായ വികാരങ്ങൾക്ക് അല്ലെങ്കിൽ ഇഷ്ടങ്ങൾക്ക് ഒരു സ്ഥാനം അവിടെ കിട്ടുന്നില്ല. അതിനെ അംഗീകരിക്കാനും പരിപോഷിക്കാനുമുള്ള വ്യക്തി തന്നെയാണ് രോഗി. ഈ അവസരങ്ങളിൽ കുട്ടികൾ പലപ്പോഴും അവരുടെ കുട്ടിത്തം വിട്ടുകളഞ്ഞ് ഒരു മുതിർന്നവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നു. ഇവിടെ ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയാണ്. ഇവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഇങ്ങനെ ഒരു മാനസിക രോഗം ഒരു കുടുംബത്തിലെ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ എത്രയും നേരത്തെ അത് കണ്ടുപിടിക്കുകയും അതിൻ്റെ ചികിത്സകൾ ചെയ്യുകയുമാണ് വേണ്ടത്. 2, മദ്യം, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായ വ്യക്തി, പിതാവ്, ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ ടോട്ടലി അൺപ്രെഡിക്റ്റബിൾ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയായിരിക്കില്ല നാളെ. പലപ്പോഴും മദ്യപിച്ചു വന്ന് അമിതമായ കലഹം, ബഹളം, കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുകയില്ല, ഉറങ്ങാൻ സാധിക്കുകയില്ല, ഇതിലുപരി അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുക, ഇങ്ങനെയുള്ള മാനസിക അവസ്ഥകളിൽ വളരുന്നത് കുട്ടികളുടെ വളർച്ച വളരെയധികം വൈകല്യങ്ങൾ നിറഞ്ഞതായിട്ട് കാണപ്പെടുന്നു. അവർ മുതിർന്നു വരുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെ വിശ്വസിക്കാനുള്ള പ്രവണത അവരിൽ കുറഞ്ഞു വരുന്നു. സെൽഫ് എസ്റ്റീം, സ്വന്തമായിട്ടുള്ള മതിപ്പ്, ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്, ഇതൊക്കെ അവരിൽ വളരെയധികം കുറവായി കാണപ്പെടുന്നു. സമൂഹവുമായിട്ട് ഇടപെടാനും ഒരു സ്ഥായിയായ ബന്ധം സ്ഥാപിക്കാനും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അവരുടെ വികാരങ്ങൾ പ്രകടമാക്കാൻ പോലും അവർക്ക്, അങ്ങനെയുള്ള കുട്ടികൾക്ക് വിഷമമുണ്ട്. മാനസിക രോഗമുള്ള ഫാമിലി അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായിട്ടുള്ള ഫാമിലീസ്, ചില പേരൻസ് വളരെയധികം ഡോമിനേറ്റിംഗ് ആയിരിക്കും, കൺട്രോളിങ്, അമിതമായിട്ടുള്ള കൺട്രോൾ കുട്ടികളിൽ ഏർപ്പെടുത്തി കഴിയുന്നതും അവരുടെ വളർച്ചയ്ക്കൊരു തടസ്സമാണ്. ഉദാഹരണത്തിന്, ഒരു തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു. ഡ്രസ്സുകൾ ഏത് ധരിക്കണം, അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്. മുതിർന്നു വരുംതോറും ഇവരുടെ അഭിപ്രായങ്ങൾ പറയുവാനോ തീരുമാനങ്ങൾ എടുക്കാനോ ഉള്ള കഴിവ് ഇങ്ങനെയുള്ള കുട്ടികളിൽ കുറഞ്ഞു വരുന്നു. ചില പേരൻസ് ഓവർ പാമ്പറിങ് എന്ന് പറയുന്നത് അമിത ലാളന, അതായത് കുട്ടികളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഉടനെ സാധിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള ഇടങ്ങളിലും കുട്ടികളിൽ പെരുമാറ്റ വൈകല്യങ്ങൾ കാണപ്പെടുന്നു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്ക് കുറച്ച് സമയം ഡിലേ വന്നാലോ അല്ലെങ്കിൽ നോ എന്ന അഭിപ്രായം കേൾക്കേണ്ടി വരുമ്പോഴോ അവർ അമിതമായ വികാര പ്രകടനങ്ങൾ നടത്തുകയും പൊരുത്തക്കേടുകൾ അവരുടെ പെരുമാറ്റത്തിൽ കാണിക്കുകയും ചെയ്യുന്നു. അമിതമായിട്ടുള്ള നിയന്ത്രണവും അമിതമായിട്ടുള്ള ലാളനയും ഒരു കുടുംബാന്തരീക്ഷത്തിന് യോജിച്ചതല്ല. പിന്നെ നമുക്ക് കാണുന്നത് അബ്യൂസീവ് പേരൻസ്. അബ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികളിലെ ഇപ്പം എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമോ പ്രകടനമോ ഉണ്ടെങ്കിൽ അവർ ഭാര്യയെ ഉപദ്രവിക്കുക, മർദ്ദിക്കുക, കുട്ടികളെ ഉപദ്രവിക്കുക, ലൈംഗിക ചൂഷണം ചെയ്യുക, ഇങ്ങനെയുള്ള കുടുംബാന്തരീക്ഷം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പെരുമാറ്റ വൈകല്യങ്ങൾ, വ്യക്തിത്വ വൈകല്യങ്ങൾ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ചില വ്യക്തികളിൽ നമുക്ക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. പാരനോയിഡ് പേഴ്സണാലിറ്റീസ്, ഇങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരിൽ യാതൊരു വിശ്വാസവും കാണുകയില്ല, സംശയദൃഷ്ടിയോടെ എല്ലാവരെയും കാണുക, ആൾക്കാരോ സമൂഹവുമായിട്ട് സഹകരിക്കാതെ ഒറ്റപ്പെട്ട് ജീവിക്കുക, ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ കുടുംബം വളരുന്ന കുട്ടികൾ മുതിർന്നു വരുംതോറും അവരിലും ഈ വക പെരുമാറ്റ വൈകല്യങ്ങൾ പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നു. അവരിൽ ആത്മവിശ്വാസം കുറവായിരിക്കും. കുട്ടികളിലും മദ്യപാനം മുതലായ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു.
കുടുംബ അന്തരീക്ഷത്തിന് മാനസിക ആരോഗ്യം കുടുംബ അന്തരീക്ഷത്തിൽ നിലനിർത്താൻ ആരോഗ്യകരമായിട്ട് കുട്ടികൾ വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കുടുംബ അന്തരീക്ഷം എപ്പോഴും ഒരു ഗൗരവമേറിയ അവസ്ഥയിലായിരിക്കരുത്. അവിടെ ആനന്ദം, ഉല്ലാസം ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് പിതാവ് ജോലിക്ക് പോകുന്നു, അമ്മ വീട്ടിലെ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു. പലപ്പോഴും നമുക്ക് സമയങ്ങൾ കിട്ടാറില്ല. വളരെ തിരക്കേറിയൊരു ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊരു ബ്രേക്ക് എടുക്കുക, കുടുംബവുമായിട്ട് പുറത്ത് യാത്ര ചെയ്യുക, ഉല്ലാസയാത്രകൾ ചെയ്യാം. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും തമാശകൾ ആസ്വദിക്കാനുള്ളൊരു കഴിവുകൾ ഉണ്ടായിരിക്കണം. ക്വാളിറ്റി ടൈമിംഗ് എന്ന് പറയും. ഈ സമയങ്ങളിൽ ജോലി സംബന്ധമായുള്ള ചർച്ചകളോ പ്രശ്നങ്ങളോ അല്ല, അതിനകത്ത് ആനന്ദം നൽകുന്ന കാര്യങ്ങളിൽ, വിഷയങ്ങളിൽ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യണം. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഈ അവസരങ്ങളിൽ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ച് ഒരു ക്വാളിറ്റി ടൈമിംഗ് ആയിട്ട് അതിനെ നമുക്ക് ഉപയോഗിക്കാം. അവധി ദിവസങ്ങളിൽ ഇൻഡോർ ഗെയിംസ്, വീട്ടിനകത്തിരുന്ന് തന്നെ കുടുംബാംഗങ്ങൾ കളിക്കാവുന്ന ചില കളികൾ, ഔട്ട്ഡോർ ഗെയിംസ്, സ്പോർട്സ് ഇത്യാദി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാതാപിതാക്കൾ ഒരുമിച്ച് നിന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ഉല്ലാസം കൂടിയാകുന്നു. എപ്പോഴും ഒരു വെക്കേഷൻ തന്നെ അല്ലെങ്കിൽ ടൂറ് തന്നെ വേണമെന്നില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിച്ച് കുടുംബ അന്തരീക്ഷം ആനന്ദകരമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാൻ കഴിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് പരസ്പരം വിശ്വാസവും ബന്ധവും ദൃഢമായിരുന്നത്. ഒരു കുടുംബം ഡിസ്ഫങ്ഷണൽ ആവുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനി നമുക്കൊന്നുകൂടെ നമ്മുടെ തന്നെ കുടുംബത്തിനെ ഒന്ന് അവലോകനം ചെയ്യാം. നമ്മുടെ കുടുംബത്തെ തന്നെ നോക്കാം. എൻ്റെ കുടുംബത്തിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ? ഞങ്ങൾ പരസ്പരം ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ടോ? അതോ ഇൻഡയറക്റ്റ് ആണോ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? കുട്ടികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെ ഭാര്യയുടെ ഇഷ്ടങ്ങൾ എന്താണ്, ഡിസ്ലൈക്സ് എന്താണ് എന്നൊക്കെ എനിക്ക് അറിയാമോ എന്ന് നമ്മൾ തന്നെ നമ്മുടെ കുടുംബത്തെ അവലോകനം ചെയ്യാം. ഞാൻ മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? അത് നമുക്ക് കണ്ടെത്താൻ തന്നെ നമുക്ക് സാധിക്കും. അഥവാ സാധിക്കുന്നില്ല എങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് നോക്കാം. മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ജസ്റ്റ് ഒന്ന് നോക്കുക, നമ്മുടെ കുടുംബത്തിൽ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ഒരു ലിസണിങ് അവിടെ നടക്കുന്നുണ്ടോ? തുറന്ന ഒരു ആശയവിനിമയം ആണോ അവിടെ നടക്കുന്നത്? എൻ്റെ കുട്ടികളുടെ വികാരങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നുണ്ടോ? ഞാൻ മറ്റുള്ളവരെ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ആവശ്യത്തിനുള്ളൊരു സ്പേസ് കൊടുക്കുന്നുണ്ടോ? എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ഹോബീസ്, കുട്ടികളുടെ ഹോബീസ് എന്നിവയ്ക്ക് ഇവിടെ പ്രോത്സാഹനം ലഭിക്കുന്നുണ്ടോ? ബാക്കിയുള്ളവരെ ബഹുമാനത്തോടു കൂടി, അവരുടെ അഭിപ്രായ ഭിന്നതകളെ ബഹുമാനത്തോടു കൂടി സമീപിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇങ്ങനെ ഒരു വിശകലനം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നടത്താം. എവിടെയെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, പെരുമാറ്റ വൈകല്യങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടോ, ബിഹേവിയറൽ പ്രോബ്ലംസ് കുട്ടികളിൽ വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ തീർച്ചയായും ഇതിനോടൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടതാണ്. ഒരു ഡോക്ടറിനെ സമീപിക്കാം, സൈക്കാട്രിസ്റ്റിനെ സമീപിക്കാം, കൗൺസിലറിനെ സമീപിക്കാം. നമ്മുടെ വിശ്വാസമുള്ള വ്യക്തികളിൽ കാര്യങ്ങൾ ധരിപ്പിച്ച് നമുക്ക് അതിന് വേണ്ടതായ സഹായങ്ങൾ സ്വീകരിക്കണം. ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ കൗൺസിലറിൻ്റെ അടുത്തോ പോകുന്നതിൽ യാതൊരു വിധ വൈമുഖ്യവും കാണിക്കേണ്ട കാര്യമില്ല. ആരോഗ്യകരമായ കുടുംബജീവിതത്തിൽ ഒരു കുടുംബത്തിലും പ്രശ്നങ്ങളില്ലാത്തതായിട്ടില്ല. കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. പക്ഷേ ആ കോൺഫ്ലിക്റ്റ് ഉടലെടുക്കുമ്പോൾ, ആ മാനസിക സംഘർഷം ഉടലെടുക്കുമ്പോൾ അതിനെ റിപ്പയർ ചെയ്യുകയാണ് വേണ്ടത്. സമയാസമയങ്ങളിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ, റിപ്പയർ ചെയ്യുമ്പോൾ അത് വലിയൊരു പ്രശ്നമായി മാറപ്പെടാതെയും മാനസികാരോഗ്യം സന്തുലിതാവസ്ഥ നിലനിർത്തി ആ കുടുംബത്തിന് മുന്നോട്ട് പോകാനും സാധിക്കുന്നു. ഈ ചർച്ചകൾ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന്, അഥവാ കേട്ടതിൽ നിന്ന്
ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാനസികാരോഗ്യമെന്ന് പറയുന്നതാണ് നമ്മുടെ ശരീര ആരോഗ്യത്തെക്കാൾ പ്രധാനം. ഈ മാനസിക ആരോഗ്യത്തിൻ്റെ ബാലപാഠങ്ങൾ നമുക്ക് ഭവനത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത്. മാതാപിതാക്കളിലൂടെയാണ് കുഞ്ഞുങ്ങൾ മാനസിക ആരോഗ്യമുള്ളവരായി തീരുന്നത്. അങ്ങനെയാണെന്ന് വരികിൽ ഭവനം മാനസിക ആരോഗ്യത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറണം. നമ്മുടെ കുടുംബം മാനസികാരോഗ്യമുള്ളതാണെങ്കിൽ അതിലെ അംഗങ്ങളും മാനസികാരോഗ്യമുള്ളവരാകും. കുടുംബത്തിൻ്റെ പ്രാധാന്യം വളരെ ഊന്നി ഡോക്ടർ ഇവിടെ പറയുകയുണ്ടായി. ആ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മാനസികാരോഗ്യമുള്ള ഒരു അന്തരീക്ഷത്തിൽ വളരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കും.